ഹാത്രസിൽ ദുരന്തത്തിലേക്ക് വഴിവെച്ചത് ആളുകളുടെ എണ്ണം വർദ്ധിച്ചത് എന്ന അന്വേഷണ റിപ്പോർട്ട്. അന്വേഷണ റിപ്പോർട്ടിൽ ഭോലെ ബാബയുടെ പേര് പ്രതികളുടെ കൂട്ടത്തിൽ ഇല്ല. മുഖ്യ സംഘാടകൻ ദേവ് പ്രകാശ് മധുകർ ഒന്നാം പ്രതി. ഭോലെ ബാബയുടെ രാഷ്ട്രീയ നേതാക്കളുമായുള്ള ബന്ധവും റിപ്പോർട്ടിൽ ഉണ്ട്. പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും അശ്രദ്ധ വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചു എന്നും റിപ്പോർട്ടുണ്ട്. വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. ഈ ഭോലെ ബാബയുടെ പേര് എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ടിൽ ഇല്ലാത്തത്? മാത്രമല്ല, ഭോലെ ബാബയെ ആശ്രമത്തിൽ നിന്നും അറസ്റ്റ് ചെയ്യാതെ ആശ്രമത്തിന് പുറത്ത് പോലീസ് നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. നിരീക്ഷണത്തിലാണ്, അവിടെ തന്നെ ആളുണ്ട് എന്നും പറയുന്നുണ്ട്. ഇതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? മോദി ജൂലൈ 6-ാം തീയതി ഭോലെ ബാബയ്ക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഭോലെ ബാബയുടെ ആദ്യത്തെ പ്രതികരണമെല്ലാം തന്നെ എത്തുന്നത്. അയാളെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് പോലീസിന്. ചോദ്യം ചെയ്താൽ മതി എന്നുള്ളതാണ്. ചോദ്യം ചെയ്തു എന്ന തരത്തിൽ നിലവിൽ റിപ്പോർട്ടുകളും പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഈ 2.5 ലക്ഷം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തത്, അത്രയും തിരക്ക് വർദ്ധിച്ചതാണ് വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും പഴി ചാടുന്നത്, പഴി കേൾക്കേണ്ടി വരുന്നത് ഒന്ന് പോലീസ്, മറ്റൊന്ന് ജില്ലാ ഭരണകൂടം, അതുപോലെ തന്നെ ഈ പരിപാടിയുടെ സംഘാടകരുമാണ്. ഈ സംഘാടകർ എന്ന് പറയുമ്പോൾ ഭോലെ ബാബയുടെ, ഈ സൂരജ് പാലിൻ്റെ തന്നെ ട്രസ്റ്റിലെ അംഗങ്ങളാണ് ഈ സംഘാടകരായിട്ട് വരുന്നത്. പ്രധാനമായിട്ടും ഒന്നാം പ്രതിയായിട്ടുള്ള ഈ ദേവ് പ്രകാശ് മധുക്കർ ഉൾപ്പെടെ ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള 11 പേർ. ഈ 11 പേരും ബാബയുടെ അനുയായികൾ തന്നെയാണ്. 80,000 പേർക്ക് മാത്രം അനുമതി വാങ്ങി 2.5 ലക്ഷം പേരെ പങ്കെടുപ്പിച്ചു. അല്ലെങ്കിൽ ഈ 2.5 ലക്ഷം പേര് വന്നിട്ടും അത് തടയാനോ അവർക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി നൽകാനോ പോലീസിനോ ഈ സംഘാടകർക്കോ സാധിച്ചില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ വീഴ്ച. ഈ അപകട സ്ഥലം സന്ദർശിച്ച ശേഷമാണ് ആഗ്ര അഡീഷണൽ ഡയറക്ടർ ജനറൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കി. 300 പേജുള്ള റിപ്പോർട്ടാണ്. ഏകദേശം 119 ആളുകളുടെ മൊഴി, ജില്ലാ കളക്ടറുടെയും മജിസ്ട്രേറ്റിൻ്റെയും എല്ലാം മൊഴി രേഖപ്പെടുത്തിയിട്ട് അത് സർക്കാരിനും യോഗി ആദിത്യനാഥിനും ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ മരണസംഖ്യ വർദ്ധിക്കാൻ ചികിത്സ നൽകിയതിലെ വീഴ്ച കൂടി കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ചും ചില ആശുപത്രി, ഇപ്പോൾ ഈ അപകടം നടന്ന സിക്കന്ദർ റാവുവിലെ ആശുപത്രി, അവിടെ മതിയായ സൗകര്യങ്ങളില്ല. ആകെ ഒരു സീനിയർ ഡോക്ടറും 2 ജൂനിയർ ഡോക്ടർമാരും മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ നേരിട്ടെത്തിയപ്പോൾ അവിടുത്തെ സാഹചര്യം എല്ലാം കണ്ടതാണ്. ഹാത്രസ് ജില്ലാ ആശുപത്രിയിലും മോർച്ചറുടെ എല്ലാം തന്നെ അവസ്ഥ, അതിൻ്റെ ഒപ്പം തന്നെ ഈ തീവ്രപരിചരണ വിഭാഗത്തിൻ്റെയും എല്ലാം അവസ്ഥ ശോചനീയാവസ്ഥയാണ്. ഭയങ്കര, തീർച്ചയായിട്ടും അങ്ങനെ അതീവ ശോചനീയ അവസ്ഥയിലാണ് ഈ മൃതദേഹങ്ങൾ സൂക്ഷിക്കേണ്ടി വന്നതും പരിക്കേറ്റവർക്ക് ചികിത്സയ്ക്ക് സംവിധാനം ഒരുക്കേണ്ടി വന്നതും.